ഹലോ എവരി വൺ. ഓണമൊക്കെ കഴിഞ്ഞില്ലേ? പായസം ബാക്കിയിരിപ്പുണ്ടോ വീട്ടിൽ? ഉണ്ടെങ്കിൽ ബോളി കൂട്ടി കഴിച്ചാലോ? അപ്പോൾ ഒരു ബോളി ഉണ്ടാക്കാം. 1 കപ്പ് കടലപ്പരിപ്പ് നന്നായിട്ട് കഴുകി കുക്കറിലിട്ട് വേവിച്ച് മാറ്റി വയ്ക്കാം. ഇനി 2 കപ്പ് മൈദയിലേക്ക് മഞ്ഞൾപ്പൊടിയും ഉപ്പും വെള്ളവും ചേർത്ത് ചപ്പാത്തി മാവിനെക്കാട്ടിലും കുറച്ചുകൂടെ ലൂസായിട്ടുള്ള കൺസിസ്റ്റൻസിയിൽ കുഴച്ചെടുക്കാം. ഈ കുഴച്ചിൽ കുറച്ചുകൂടെ ഓയിലും കൂടെ ചേർത്ത് നന്നായിട്ട് കുഴച്ചിട്ട് 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ മാറ്റി വയ്ക്കാം. ഇനി കടലപ്പരിപ്പ് വേവിച്ച് വെച്ച് കടലപ്പരിപ്പ് ഒരു പാനിലേക്ക് മാറ്റിയിട്ട് പഞ്ചസാര, ഏലക്കപ്പൊടി, ജാതിക്കാപ്പൊടി, മഞ്ഞൾപ്പൊടി ഇത് മൂന്നും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് വേവിച്ച് ഒന്ന് കുറുക്കിയെടുക്കാം. നല്ല ടൈറ്റായിട്ട് വരുമ്പം മാറ്റി വെച്ച് ചൂടാറിയ ശേഷം മിക്സിലൊരു ബ്ലെൻഡറിലിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം. ഇതുപോലെ ഈ അരച്ച് വെച്ച മിക്സ് ഇതുപോലെ നമുക്ക് കുഞ്ഞു കുഞ്ഞു ബോൾസ് ആക്കിയിട്ട് മാറ്റി വയ്ക്കാം. ഇനി നമ്മുടെ മൈദാമാവ് എടുക്കാം. അത് ഇതുപോലെ കുഞ്ഞു കുഞ്ഞു ബോൾസ് ആക്കി എടുത്ത് കയ്യിൽ വെച്ച് ഒന്ന് പരത്തി അതിൻ്റെ സെൻറ്ററിൽ നമ്മുടെ കടലപ്പരിപ്പിൻ്റെ ബോൾസ് വെച്ച് ഇതുപോലെ കവർ ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ നമ്മുടെ ബോളിയുടെ ബോൾസ് ഇതുപോലെ ബാക്കിയൂടെ ചെയ്തെടുക്കാം. ഒരു 14ഓളം ബോളിക്കുള്ള മിക്സ് ഉണ്ട് നമ്മുടെ ഈ മാവ്. അപ്പോൾ ഇതിന് കുറച്ച് മതിയെങ്കിൽ ഒരു ഹാഫ് ക്വാണ്ടിറ്റിയിൽ എല്ലാ ഇൻഗ്രീഡിയൻസും എടുത്ത് ചെയ്താൽ മതി. ഇനി ഇത് ചപ്പാത്തി പരത്തുന്ന പോലെ പരത്തിയിട്ട് ചുട്ടെടുക്കണം. അരിപ്പൊടി തൂവിയിട്ടാണ് ഞാനിവിടെ പരത്തിയെടുക്കുന്നത്. നന്നായിട്ട് പരത്തിയെടുത്തിട്ട് ചപ്പാത്തി ചുടുന്ന പോലെ തന്നെ പാനിലിട്ട് ചുട്ടെടുക്കാം. 2 സൈഡും ഏകദേശം റെഡി ആയിട്ട് വരുന്ന സമയത്ത് കുറച്ച് നെയ്യ് തൂവിയാൽ കുറച്ചുകൂടെ ടേസ്റ്റ് ആയിരിക്കും. ഇങ്ങനെ നമ്മുടെ ബോളീസ് എല്ലാം ചുട്ടെടുത്ത് മാറ്റി വയ്ക്കാം. അപ്പോൾ ബോളി അടപ്രഥമനും കൂട്ടിയാണ് ഞാനിവിടെ സെർവ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും ബോളീസ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അടപ്രഥമനും കൂട്ടി ബോളി സെർവ് ചെയ്ത് നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇൻഗ്രീഡിയൻസ് എല്ലാം ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. ഇനി ഫുൾ വീഡിയോ വേണമെങ്കിൽ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും പോയിട്ട് കാണാം. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.